ഹായ് ഫ്രണ്ട്സ്, ലാവണ്യാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചൂരമീൻ കറിയാണ് കാണിക്കുന്നത്. തേങ്ങ അരച്ച് വെക്കുന്ന ചൂരക്കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ. നമ്മുടെ ഇവിടെയൊക്കെ ഈ മീനിന് ചൂരമീൻ എന്നാണ് പറയുന്നത്. മീൻ കറി വെക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി, എൻ്റെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഒരു 5 അല്ലി വെളുത്തുള്ളി ഇഞ്ചി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളിയും കൂടെ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങയും പുളിയും പിന്നെ ഒരു സവാള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ ഒരുപാടങ്ങ് സ്മൂത്തായിട്ട് അരച്ചെടുക്കാറില്ല. നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് കൂടുതലായിട്ടൊന്ന് അരച്ചെടുക്കും. ഈ പരുവത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സവാള ഇതിലിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാമേ. ഉള്ളിയുടെ പച്ചമണം മാറിയതിന് ശേഷം ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് ഇത് ചൂടാവാൻ നല്ല താമസമാണ് കേട്ടോ. അപ്പം ഉള്ളിയൊക്കെ നമ്മൾ ഒരുപാട് സമയം നിന്ന് ഇളക്കിയാൽ മാത്രമേ അത് നന്നായിട്ട് വരണ്ട് വരത്തുള്ളൂ. സാധാരണ മറ്റു ചട്ടികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്കായി കിട്ടും. ഇനി കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് വേണ്ടുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് 2 സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു 1.5 സ്പൂൺ അടുപ്പിച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചൂരമീൻ മുളക് കറി വെക്കാനും നല്ലതാണ് കേട്ടോ. തേങ്ങ അരയ്ക്കാണ്ട് മുളകിട്ട് വെക്കാനായിട്ട് നല്ലതാണ്. പക്ഷെ ഞങ്ങളിവിടെ തേങ്ങ അരച്ചാണ് വെക്കാറ്, ഞങ്ങളങ്ങനെ മുളക് കറി വെക്കാറില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ഉലുവപ്പൊടിയാണ്, അതുകൊണ്ടാണ് ഈ സമയത്ത് ഇട്ട് കൊടുത്തത്. ഇനി വറുക്കാത്തതാണെങ്കിൽ നമ്മൾ ആദ്യം എണ്ണ ചൂടാവുന്ന ആ സമയത്ത് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1.5 സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ പൊതുവേ ഞങ്ങൾ ഉപ്പ് കുറച്ചാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് 1.5 സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഉപ്പ് നന്നായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഒരു 2-2.25 സ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3 പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്, പിന്നെ മാങ്ങയുണ്ട്. ഒരു മാങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല, മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ട് മാങ്ങ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളേ. വേണമെന്നുള്ളവർക്ക് തക്കാളിയും മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മാങ്ങ മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ. അപ്പോൾ ഇനി അരപ്പ് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇവിടെ അരപ്പ് നന്നായിട്ട് ഇപ്പോൾ എന്താ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചേക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഇത് വലിയൊരു ഫുൾ ചൂരയായിരുന്നേ, അപ്പോൾ കട്ട് ചെയ്ത് വന്നപ്പോഴത്തേന് ഇത്ര കഷ്ണങ്ങളേ ഉള്ളൂ കേട്ടോ. ഈ രീതിയിൽ മീൻ കറി വയ്ക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ശരിക്കും പറഞ്ഞാൽ ചട്ടിയിൽ വയ്ക്കുന്ന മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. ഞാൻ ചട്ടിയിലല്ലാണ്ട് മീൻ കറി വയ്ക്കാറുണ്ട്. നമ്മൾ ചട്ടിയിൽ വയ്ക്കുമ്പോഴത്തേന് കുറച്ച് സമയം കൂടുതലെടുക്കും. ചില ചട്ടികൾ ഗ്യാസിൽ വെച്ചാൽ പൊട്ടിത്തെറിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാമേ. ഇപ്പോൾ ഇവിടെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് അടപ്പ് തുറന്ന് നോക്കാം. ഈ സമയം ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊന്ന് നോക്കാം. അപ്പോൾ കുറവാണെങ്കിൽ ഒന്നും കുറച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇവിടെ ഉപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഉപ്പ് കുറച്ചാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ഉപ്പാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇവിടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ മീൻ കറി വെക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.